ഹലോ മക്കളെ, അപ്പൊ നമ്മള് ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് ഹ്യൂമന്റെ കേസിലുള്ള ഡൈജഷൻ നമ്മൾ പഠിച്ചു. ഹ്യൂമന്റെ കേസിൽ ഈ ഡൈജസ്റ്റ് ചെയ്ത ഫുഡ് ന്യൂട്രിയൻസ് എങ്ങനെയാണ് ത്രൂ ഔട്ട് ദ ബോഡി ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. ഇനി നമ്മൾ നോക്കാൻ പോവാണ് പ്ലാന്റ്സിന്റെ കേസിൽ എന്താണ് സംഭവിക്കുന്നത് അല്ലെ. സോ യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ ഡൈജഷൻ ഓഫ് ഫുഡ് ആൻഡ് ദ ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ്. ഹൗ ഡസ് ദി ട്രാൻസ്പോർട്ട് ഓഫ് സബ്സ്റ്റൻസസ് ടേക്ക് പ്ലേസ് ഇൻ പ്ലാന്റ്സ് വിച്ച് പ്രിപ്പയർ ഫുഡ് ഫോർ ഓൾ ഓർഗാനിസം അല്ലെ. നമുക്ക് വേണ്ട എല്ലാ ആൾക്കാർക്കും വേണ്ട ഫുഡ് ഉണ്ടാക്കുന്നത് ആരാണ്? പ്ലാന്റ്സ് ആണല്ലേ. ഓട്ടോട്രോപ്സ് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ പ്ലാന്റ്സിനെ. ഓർക്കുന്നില്ലേ നിങ്ങള്? ബാക്കിയുള്ള ആൾക്കാരൊക്കെ നമ്മൾ എന്താ വിളിച്ചത്? ഹെറ്ററോട്രോപ്സ് എന്നാണ് അല്ലെ. ഓട്ടോട്രോപ്സും ഹെറ്ററോട്രോപ്സും. സോ അപ്പം പ്ലാന്റിന്റെ കേസിൽ എങ്ങനെയാണ് ഈ ഒരു ആക്ടിവിറ്റി നടക്കുന്നതെന്ന് നമ്മൾ നോക്കുന്നത്. How do water and salts that are absorbed through roots reach the leaves and the food synthesized in the leaves reach different parts of the plant including huge trees? അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ലീഫിലാണ് എന്ത് ചെയ്യുന്നത്? പ്ലാന്റിലെ ഫുഡ് ഉണ്ടാക്കുന്നത് അല്ലെ. ലീഫിലാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. ഈ ലീഫിൽ ഉണ്ടാക്കുന്ന ഫുഡ് എവിടെ എത്തണം? പ്ലാന്റിന്റെ ഫുൾ ബോഡിയിൽ എന്ത് ചെയ്യണം? ട്രാൻസ്പോർട്ട് ചെയ്യണം അല്ലേ വേണ്ടേ? ഈ ഫുഡ് ഇതിന്റെ ന്യൂട്രിയൻസ് എന്ത് ചെയ്യണം? പ്ലാന്റിന് എല്ലായിടത്തും എന്നാലല്ലേ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഫുഡ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ പ്ലാന്റിന് എന്ത് വേണം? വാട്ടറും മിനറൽസും ഒക്കെ വേണ്ടേ? വാട്ടർ വേണ്ടേ? അപ്പം വാട്ടർ എങ്ങനെയാണ്, അല്ലെങ്കിൽ പ്ലാന്റിന്റെ ന്യൂട്രിയന്റ് ആയിട്ടുള്ള ആൾക്കാർ എങ്ങനെയാണ് ലീഫിലേക്ക് എത്തണം അല്ലെ. അപ്പം വലിയ പ്ലാന്റ് ആണെങ്കിൽ പോലും എന്ത് ചെയ്യണം? ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് മേലെ വരെ എത്തണം. അപ്പം നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുന്നുണ്ടോ ഇത് എങ്ങനെയാണ് നടക്കുന്നതെന്ന്? അതാണ് നമ്മൾ നെക്സ്റ്റ് ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട സബ്സ്റ്റൻസസ് ദാറ്റ് ആർ ട്രാൻസ്പോർട്ടഡ്, അതായത് വാട്ടറും സാൾട്ടും എന്ത് വഴിയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെന്ന് അറിയോ മക്കളെ? സൈലം എന്ന് പറയുന്ന സൈലം വെച്ചിട്ടാണ്, സൈലം വാസ്കുലാർ ടിഷ്യൂ വഴിയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഇനി ഫുഡ് അല്ലെ, ഫുഡ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് അല്ലെ. ഗ്ലൂക്കോസ് എങ്ങനെയാ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? ഫ്ലോയം വഴിയാണ്. അപ്പം സൈലവും ഉണ്ട്, ഫ്ലോയവും ഉണ്ട്. അപ്പം ട്രാൻസ്പോർട്ട് ചെയ്യുന്ന മെത്തേഡാണ്. സൈലം വഴിയും ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, ഫ്ലോയം വഴിയും ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. ഓക്കെ, സോ ഇതാണ് സൈലത്തിന്റെ സ്ട്രക്ചർ ആണിത്. സൈലത്തില് എന്തൊക്കെ പോർഷൻസ് ഉള്ളത് നിങ്ങൾ നോക്കിക്കേ. സൈലത്തില് ഇമ്പോർട്ടന്റ് ആയിട്ട് സൈലം പാരൻകൈമയും ഉണ്ട്, വെസല് എലമെന്റ് ഉണ്ട്, ട്രക്കീഡ് ഉണ്ട് അല്ലെ. സൈലം വെസൽ ഉണ്ട്, ട്രക്കീഡ് ഉണ്ട്, ട്രക്കീഡുകളും വെസലുകളും ഉണ്ട്, സൈലം പാരൻകൈമയും ഉണ്ട്. അപ്പം ഇത്രയും സ്ട്രക്ചർ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. പിറ്റ് ഉണ്ട്, വെസൽ എലമെന്റ് ഉണ്ട്, ട്രക്കീഡ് ഉണ്ട്, പാരൻകൈമ സെൽ ഉണ്ട്. വെസല്, സൈലം വെസല്, ട്രക്കീഡ്, പാരൻകൈമ, പിറ്റ്. അപ്പൊ ഇത്രയും പോർഷൻസ് സൈലത്തിലുണ്ട് കേട്ടോ. ഇതാണ് സൈലം. ഓക്കെ, ആൻഡ് ഇതാണ് ഫ്ലോയം. ഫ്ലോയത്തിൽ എന്താ ഉള്ളത്? സീവ് ട്യൂബ് എലമെന്റ് ഉണ്ട്, ഫ്ലോയം പാരൻകൈമ ഉണ്ട്, കമ്പാനിയൻ സെൽ ഉണ്ട്. അപ്പം ഫ്ലോയത്തില് സീവ് ട്യൂബ് എലമെന്റ് ഉണ്ട്, ഫ്ലോയം പാരൻകൈമ ഉണ്ട്, കമ്പാനിയൻ സെൽ ഉണ്ട്. സൈലത്തില് സൈലം വെസൽസും ട്രക്കീഡും ഉണ്ടായിരുന്നു അല്ലെ. ഇതില് സീവ് ട്യൂബ് എലമെന്റ് ഉണ്ട്, ഫ്ലോയം പാരൻകൈമയും ഉണ്ട്, കമ്പാനിയൻ സെല്ലും ഉണ്ട്. അപ്പം സൈലത്തില് ട്രക്കീഡും വെസലുകളും നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞു. ട്രക്കീഡ് എന്ന് പറയുന്നത് ഡെഡ് സെൽസ് ആണ്, ഫോം ദി സ്മോൾ വെയിൻസ് ഓഫ് ദി ലീവ്സ് ആൻഡ് ലോങ് ആൻഡ് സ്പിൻഡിൽ ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് ട്രക്കീഡ് എന്ന് പറയുന്നത്. വെസൽ എന്ന് പറയുന്നത് ഡെഡ് സെൽസ് ആണ്, ആസ് ദ ക്രോസ് വോൾസ് ഹാവ് ബീൻ ഡിസിൻറ്റഗ്രേറ്റഡ് വിച്ച് ലുക്ക് ലൈക്ക് ലോങ് പൈപ്പ്. അപ്പം വെസൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആലോചിച്ചാൽ മതി, ഒരു ലോങ് പൈപ്പ് പോലെ കാണുന്ന സ്ട്രക്ചർ ആണ് വെസൽ എന്ന് പറയുന്നത്. അപ്പം സൈലത്തില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറയുന്നതാണ് വെസലുകളും ട്രക്കീഡുകളും. അപ്പം ഈ വെസലുകളും ട്രക്കീഡുകളും ഉപയോഗിച്ചിട്ടാണ് പ്ലാന്റിൽ എന്ത് ചെയ്യുന്നത്? ന്യൂട്രിയൻസ് സൈലം വഴി വേണ്ട വാട്ടർ ഒക്കെ എന്ത് ചെയ്യുന്നത്? ലീഫിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പം സൈലമാണ് അതിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഫ്ലോയത്തില് സീവ് ട്യൂബ് എലമെന്റും കമ്പാനിയൻ സെൽസും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. സീവ് ട്യൂബ് എലമെന്റ് എന്താ? അറേഞ്ച്ഡ് വൺ എബോവ് ദി അനദർ. അപ്പം ഒന്നിന്റെ മേല ഒന്നായിട്ടാണ് സീവ് ട്യൂബ് എലമെന്റ് ഫ്ലോയത്തില് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആൻഡ് സിൻസ് ദി സൈറ്റോപ്ലാസം ഇസ് ഇന്റർകണക്റ്റഡ് ത്രൂ ദി പോർസ് ഓഫ് ദി ക്രോസ് വാൾ, food molecules can travel through it. അപ്പം
sieve tube elements cytoplasm is interconnected through the pores of the cross wall. Food molecules can travel through it. അപ്പം ഇതിന്റെ സൈറ്റോപ്ലാസം എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്റർകണക്റ്റഡ് ആയിട്ട് പോകുന്നുണ്ട് അല്ലെ. ഇന്റർകണക്റ്റഡ് ആയിട്ട് പോകുന്നത് കാരണം സീവ് ട്യൂബിന്റെ അത് കാരണം അതിൽ കൂടെ എന്ത് ചെയ്യാൻ പറ്റും? ഫുഡിന് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഹെൽപ്പ് ചെയ്യുന്നത് ആരാ? സീവ് ട്യൂബ്. പിന്നെ ഉള്ളതാണ് കമ്പാനിയൻ സെൽ അല്ലെ. കമ്പാനിയൻ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോങ് വിത്ത് ദ സീവ് ട്യൂബ് ഇറ്റ് ഹെൽപ്സ് ഇൻ ദി ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡ്. അപ്പം സീവ് ട്യൂബിന്റെ കൂടെ തന്നെ ഫുഡ് ട്രാൻസ്പോർട്ടേഷന് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് കമ്പാനിയൻ സെൽ അല്ലെ. കമ്പനി അടിച്ചിട്ട് ഫുഡ് ട്രാൻസ്പോർട്ടേഷന് സീവ് ട്യൂബിനെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് കമ്പാനിയൻ സെൽ. അപ്പം സൈലം, വെസലും, ട്രക്കീഡും ഉണ്ട്. ഫ്ലോയം, സൈലം പാരൻകൈമയും ഉണ്ട്. ഫ്ലോയത്തില് ഫ്ലോയം പാരൻകൈമയും ഉണ്ട്. അപ്പം ട്രാൻസ്പോർട്ടേഷന് ഹെൽപ്പ് ചെയ്യുന്ന മെയിൻ ആയിട്ട് സീവ് ട്യൂബ് എലമെന്റും കമ്പാനിയൻ സെല്ലും അല്ലെ. ഓക്കെ, അപ്പം അതാണ് സൈലവും ഫ്ലോയവും. സൈലം എന്തിനു വേണ്ടിയിട്ടാ ഹെൽപ്പ് ചെയ്യുന്നത്? ന്യൂട്രിയൻസിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? റൂട്ട് വഴി വാട്ടറിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? അപ്വേർഡ് അല്ലെ, വലിയ ലീഫ് വരെ എത്തിക്കണം. അതിന് വേണ്ടിയിട്ടാണ് സൈലം ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് ഫ്ലോയം എന്ന് പറയുന്നത് എന്താണ്? ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ. ലീഫില് ആ ഫുഡിന് എന്ത് ചെയ്യണം? ത്രൂ ഔട്ട് എല്ലാ പ്ലാന്റ് പാർട്ടിനും എന്ത് ചെയ്യണം? സപ്ലൈ ചെയ്യണം അല്ലെ. ഫുഡ് സപ്ലൈ ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് ഫ്ലോയം ഉള്ളത്. ക്ലിയർ അല്ലേ നിങ്ങൾക്ക് സൈലവും ഫ്ലോയവും? ഇത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് കണ്ടക്ഷൻ ഓഫ് വാട്ടർ. അപ്പം സൈലം വഴി എങ്ങനെയാണ് വാട്ടറിന്റെ കണ്ടക്ഷൻ നടക്കുന്നത്? സൈലം വഴി എങ്ങനെയാണ് വാട്ടറിന്റെ കണ്ടക്ഷൻ നടക്കുന്നത് നോക്കാം. സോ വാട്ടർ എൻറ്റേഴ്സ് ദി റൂട്ട് സെൽസ് ബൈ ഓസ്മോസിസ്. അപ്പം റൂട്ട് സെല്ലിലേക്ക് വാട്ടർ കടക്കുന്നത് ഓസ്മോസിസ് വഴിയാണ്. എന്തായിരുന്നു മക്കളെ ഓസ്മോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഓസ്മോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വാട്ടർ മോളിക്യൂളിന്റെ മൂവ്മെന്റിനെയാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് പറയാം. എന്താ ഓസ്മോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ വഴി ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ അല്ലെ. അപ്പം എർത്തിൽ എന്താണ്? വാട്ടറിന്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും ഉണ്ടാവുക, റൂട്ടിൽ വാട്ടറിന്റെ കോൺസെൻട്രേഷൻ കുറവുണ്ടാവും. അപ്പം ഹയർ ടു ലോവർ എന്ത് ചെയ്യും? ഓസ്മോസിസ് വഴി എന്ത് ചെയ്യും? ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ വഴി വാട്ടർ എന്ത് ചെയ്യും? പാസ് ചെയ്യും. To some extent, root pressure helps in the rise of the water that reaches the xylem tube. എന്നിട്ട് xylem ട്യൂബിൽ എത്തിക്കഴിഞ്ഞാൽ റൂട്ട് പ്രഷർ ഉണ്ടാകും. ആ റൂട്ടിന്റെ ഒരു പ്രഷർ, റൂട്ട് പ്രഷർ കാരണം എന്ത് ചെയ്യും? xylem ട്യൂബ് വഴി വാട്ടർ മേലേക്ക് കയറിപ്പോകും. So loss of water from leaves through transpiration. Important ആയിട്ടുള്ള വേർഡ് ആണ് ട്രാൻസ്പിരേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പം രാവിലെ ഒക്കെ ആയി കഴിഞ്ഞാൽ പ്ലാന്റിൽ എന്തുണ്ടാവും എന്ന് പറഞ്ഞോ, പ്ലാന്റിന്റെ ലീഫിന്റെ മുകളില് നിങ്ങൾക്ക് വെള്ളത്തുള്ളികൾ കാണാൻ പറ്റും, വെള്ളം കാണാൻ പറ്റും. അതെന്താ സംഭവിക്കുക പറഞ്ഞു കഴിഞ്ഞാല് പ്ലാന്റിന്റെ ലീഫിന്റെ അടിയില് സ്റ്റൊമാറ്റ ഉണ്ട് അല്ലെ. സ്റ്റൊമാറ്റ ഉണ്ട്. ഇതാ സ്റ്റൊമാറ്റ എന്ന് വിചാരിച്ചോ. ഇതിൽ വാട്ടർ കയറുന്ന സമയത്ത് സ്റ്റൊമാറ്റോ ഓപ്പൺ ആയിട്ട് ഈ സ്റ്റൊമാറ്റോ വഴി എന്ത് പുറത്തേക്ക് പോകും? വെള്ളം പുറത്തേക്ക് പോകും. ഈ സ്റ്റൊമാറ്റോ വഴി വെള്ളം പുറത്തേക്ക് പോകുന്നതിനാണ് നമ്മൾ ട്രാൻസ്പിരേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പം ഗ്യാഷ്യസ് എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ടാണ് സ്റ്റൊമാറ്റോ മെയിൻ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷെ സ്റ്റൊമാറ്റോ വഴി എന്തും പോകുന്നുണ്ട്, വെള്ളം പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ട്രാൻസ്പിരേഷൻ എന്നാണ് അതിനെ പറയാം കേട്ടോ. വെള്ളം പുറത്തേക്ക് പ്ലാന്റില് ലീഫ് വഴി പുറത്തേക്ക് പോകുന്നതിനെ പറയുന്ന പേരെന്താ? ട്രാൻസ്പിരേഷൻ. അപ്പൊ ട്രാൻസ്പിരേഷൻ, ലോസ് ഓഫ് വാട്ടർ ഫ്രം ലീവ്സ് ത്രൂ ട്രാൻസ്പിരേഷൻ കോസസ് വാട്ടർ ടു റൈസ് ത്രൂ ദി xylem ട്യൂബ്സ്. അപ്പം നമ്മള് ഒരു പ്ലാന്റ് അല്ലെ, ഇതിനൊരു ലീഫ്, ഈ ലീഫ് ഉണ്ട്, ഇത് റൂട്ടാണ്, റൂട്ട്. അപ്പം ഇവിടുന്ന് വെള്ളം പുറത്തേക്ക് പോവാം. അപ്പൊ ഇവിടെ വെള്ളത്തിന്റെ സ്പേസിൽ ഒരു പുള്ള് വന്നില്ലേ, അപ്പൊ എന്ത് ചെയ്യും? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കയറും. അപ്പൊ ഇവിടുന്ന് പിന്നെയും വെള്ളം പുറത്തേക്ക് പോകുമ്പോൾ ഇങ്ങോട്ടേക്ക് കയറും. അപ്പം ഈ ഒരു മെത്തേഡിലാണ് ഇവിടുന്ന് ലീഫ് വഴി കുറച്ച് വെള്ളം ട്രാൻസ്പിരേഷൻ വഴി പോകുന്ന സമയത്ത് എന്ത് ചെയ്യും? അവിടെ ഒരു സ്പേസ് വന്നില്ലേ, അപ്പൊ എന്ത് ചെയ്യും? വെള്ളം പിന്നെ അങ്ങോട്ടേക്ക് കയറാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. ആ ഒരു പുള്ളുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? വെള്ളം മേലേക്ക് കയറിപ്പോകുന്നത്. സോ അതാ പറയുന്നേ, ലോസ് ഓഫ് വാട്ടർ ഫ്രം ലീവ്സ് ത്രൂ ട്രാൻസ്പിരേഷൻ കോസസ് വാട്ടർ ടു റൈസ് ത്രൂ ദി xylem ട്യൂബ്സ്. ദ ഫോഴ്സസ് സച്ച് ആസ് കൊഹീഷൻ ആൻഡ് അഡിഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾസ്. ഈ വേർഡ് നിങ്ങൾ ഓർത്തു വെക്കണം കേട്ടോ. ഫോഴ്സസ് സച്ച് ആസ് കൊഹീഷൻ
and addition of water molecules help in this process. അപ്പൊ നിങ്ങൾക്ക് cohesion എന്താ, cohesive force എന്താ, adhesive force എന്താന്ന് അറിയും? cohesive force എന്ന് പറഞ്ഞു കഴിഞ്ഞാല് the same molecules തമ്മിലുള്ള attraction ആണ് അല്ലെ. adhesive force എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിഫറെന്റ് മോളിക്യൂൾസിന്റെ അട്രാക്ഷൻ ആണ്. അപ്പം ഈ ഒരു സെയിം മോളിക്യൂൾസിന്റെ അട്രാക്ഷനും ഡിഫറെന്റ് മോളിക്യൂൾസിന്റെ അട്രാക്ഷനും ഉണ്ട് അല്ലെ. അപ്പൊ കൊഹീസീവ് ഫോഴ്സും ഉണ്ട്, അഡിസീവ് ഫോഴ്സും ഉണ്ട്. ആ ഒരു ഫോഴ്സ് കാരണമാണ് എന്ത് ചെയ്യുന്നത്, വാട്ടർ മോളിക്യൂളിന് മേലേക്ക് കയറാൻ വേണ്ടിട്ട്. അപ്പം ട്രാൻസ്പിരേഷൻ വഴി എന്തുണ്ടാവും, which causes water to rise through the xylem tubes. The forces such as cohesion and addition of water molecule help in this process. Water from the xylem tubes reaches the leaf cells by osmosis and is expelled by transpiration. എന്നിട്ട് സൈലത്തിന്റെ അകത്തുനിന്ന് സൈലം വഴി ഇങ്ങനെ പോയിട്ട് ലീഫിന്റെ അടുത്ത് എത്തുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഓസ്മോസിസ് വഴി എന്ത് ചെയ്യും? ഓസ്മോസിസ് വഴിയായിരുന്നു വെള്ളം റൂട്ടിലേക്ക് കയറിയത്. ഓസ്മോസിസ് വഴി തന്നെ സൈലത്തിൽ നിന്നും എന്ത് ചെയ്തു, ലീഫിലേക്കും വെള്ളം പോയി. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും, ലേറ്റർ അത് ട്രാൻസ്പിരേഷൻ വഴി എന്ത് ചെയ്യും, വെള്ളം എക്സ്പെൽ ആയി പോകും. അപ്പം റൂട്ടിൽ നിന്നും എങ്ങനെയാണ് നിങ്ങൾക്ക് സൈലം വഴി ലീഫ് വരെ വെള്ളം എത്തുന്ന വാട്ടർ മോളിക്യൂൾ എങ്ങനെയാ, കൊഹീസീവ് ആൻഡ് അഡിസീവ് ഫോഴ്സസ് ഉണ്ട്. ഓസ്മോസിസ് വഴി എൻ്റർ ചെയ്യും, ട്രാൻസ്പിരേഷൻ. അപ്പം കൊഹീസീവ് ആൻഡ് അഡിസീവ്, ട്രാൻസ്പിരേഷൻ, ഓസ്മോസിസ്, ഇത്രയും ടേംസ് ആണ് നിങ്ങൾ സൈലത്തിൽ വഴിയുള്ള ട്രാൻസ്പോർട്ടേഷൻ, ട്രാൻസ്പോർട്ട് ത്രൂ ദി സൈലം നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്. ഓക്കെ, സോ ഇതാണ് ട്രാൻസ്പിരേഷൻ ഫുൾ ഇൻ പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ട്രാൻസ്പിരേഷൻ ഫുള്ള് ഫസ്റ്റ് ഓസ്മോസിസ് പുഷസ് വാട്ടർ ടു റൂട്ട് ഹെയർസ്. അപ്പം ഓസ്മോസിസ് കാരണം ഈ പ്ലാന്റിലേക്ക് വാട്ടർ പുഷ് ചെയ്യും. എന്നിട്ട് അഡീഷൻ കൊഹീഷൻ മേക്സ് കോളം ഓഫ് വാട്ടർ മോളിക്യൂൾ. എന്നിട്ട് അഡീഷൻ കൊഹീഷൻ ഫോഴ്സ് കാരണം മേലേക്ക് എത്തും. മേലെ എന്തുണ്ട്, ലീഫുകളുണ്ട്. അവിടെ ട്രാൻസ്പിരേഷൻ ഉണ്ടാക്കും, അവിടെ ട്രാൻസ്പിരേഷൻ ഫുൾ ഉണ്ടാവും. ട്രാൻസ്പിരേഷൻ കഴിയുന്ന സമയത്ത് ആ വാട്ടർ മോളിക്യൂൾ, ഒരു ട്രാൻസ്പിരേഷൻ ആകുന്ന സമയത്ത് ഒരു വാട്ടർ മോളിക്യൂൾ പോയില്ലേ, അപ്പൊ ആ വാട്ടർ മോളിക്യൂൾ പോയ സ്ഥലത്തേക്ക് വേറൊരു വാട്ടർ മോളിക്യൂളിന് കയറാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവില്ലേ, അതിനാണ് ട്രാൻസ്പിരേഷൻ പുൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ മേലത്തെ വാട്ടർ മോളിക്യൂൾ പോകുന്ന സമയത്ത് താഴേന്ന് എന്ത് ചെയ്യും, അങ്ങോട്ടേക്ക് ആ ഒരു ഒഴിഞ്ഞൊരു വാക്വം സ്പേസിലേക്ക് എന്ത് ചെയ്യും, താഴേന്ന് ഒരു വാട്ടർ മോളിക്യൂൾ പോകും. ആ ഒരു പുള്ളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ ട്രാൻസ്പിരേഷൻ പുള്ള് നടന്നിട്ടാണ് താഴെയുള്ള വെള്ളം എന്ത് ചെയ്യുന്നത്, റൂട്ട് വഴി സൈലം ട്യൂബ് വഴി എന്ത് ചെയ്യുന്നത്, ലീഫിലേക്ക് എത്തുന്നത്. ക്ലിയർ ആണോ? അതാണ് ട്രാൻസ്പിരേഷൻ പുൾ ഇൻ പ്ലാന്റ്സ്. ഇനി ഫുഡിന്റെ കണ്ടക്ഷൻ. ഇപ്പൊ നമ്മള് വാട്ടറിന്റെ കണ്ടക്ഷൻ ആണ് പഠിച്ചത് അല്ലെ. വാട്ടർ എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഫുഡ് അല്ലെ. ഫുഡ് ലീഫില് ഫോട്ടോസിന്തസിസ് വഴി എന്തുണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഫോട്ടോസിന്തസിസ് വഴി ആയിട്ട് നന്നായിട്ട് ഗ്ലൂക്കോസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലെ. ഫോട്ടോസിന്തസിസ് എവിടെ വെച്ചിട്ട്, ക്ലോറോഫിൽ വെച്ചിട്ട് സൺലൈറ്റിന്റെ ഹെൽപ്പില് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഗ്ലൂക്കോസ് ഫോം ചെയ്ത് വെച്ചേക്കാണ്. ഇനി ആ ഗ്ലൂക്കോസിന് എന്ത് ചെയ്യും, അതാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്ന ഫുഡ് എന്ന് പറയുന്നത്. ഈ ഫുഡിനെ എന്ത് ചെയ്യണം, കണ്ടക്ഷൻ ചെയ്യണം അല്ലെ. ത്രൂ ഔട്ട് പ്ലാന്റിന്റെ എല്ലാ സ്ഥലത്തേക്കും എന്ത് ചെയ്യണം, കണ്ടക്ട് ചെയ്യണം. ഓക്കെ, so the glucose produced in the leaves as a result of photosynthesis is transferred to the sieve tubes in the form of sucrose using energy. അപ്പം നമുക്ക് ഫ്ലോയം വഴിയാ കണ്ടക്ട് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലെ. ഫ്ലോയത്തിൽ എന്തുണ്ട്, സീവ് ട്യൂബ് എലമെന്റും കമ്പാനിയൻ സെല്ലും ഇല്ലേ, സീവ് ട്യൂബ് എലമെന്റും കമ്പാനിയൻ സെല്ലും ഉണ്ട്. അതില് ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോസ് ആക്കിയിട്ടല്ല അവര് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റുന്നുണ്ട്, സൂക്രോസ് ആക്കി മാറ്റിയിട്ടാണ്. എനർജി ഒക്കെ യൂസ് ചെയ്തിട്ട്, കുറച്ച് എനർജി ഒക്കെ യൂസ് ചെയ്തിട്ട് ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റുന്നുണ്ട്, സൂക്രോസ് ആക്കി മാറ്റിയിട്ടാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. The high concentration of sucrose in the sieve tube cause water to enter there from the adjacent xylem tubes. അപ്പം എന്ത് ചെയ്യുന്ന കോൺസെൻട്രേഷൻ, അപ്പൊ നമ്മള് ലീഫില് എന്തുണ്ട്, ഫോട്ടോസിന്തസിസ് സൂക്രോസ് ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റി, ഗ്ലൂക്കോസിനെ സൂക്രോസ് ആക്കി മാറ്റിയിട്ട് സീവ് ട്യൂബ് വഴി പോകുന്ന സമയത്ത് സീവ് ട്യൂബ് ആണെന്ന് വിചാരിച്ചോ, ഇപ്പുറത്തൂടെ എന്ത് വരുന്നുണ്ട്, സൈലം വരുന്നുണ്ട് അല്ലെ. സൈലം വരുന്നുണ്ട്.
ഇവിടെ ഇങ്ങനെ സൈലം വരുന്നുണ്ട്. അപ്പം സൈലത്തുനിന്ന് എന്ത് ചെയ്യും? ദ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് സൂക്രോസ് ഇൻ ദ സീവ് ട്യൂബ്സ് കോസസ് വാട്ടർ ടു എൻറ്റർ ദെയർ ഫ്രം ദി അഡ്ജസന്റ് സൈലം ട്യൂബ്. അപ്പം ഇവിടുന്ന് സൈലത്തിലെ വെള്ളമുണ്ട്, അപ്പൊ ഇവിടെ കുറെ സൂക്രോസ് ഉണ്ട് അല്ലെ, ഇവിടെ സൂക്രോസ് അല്ല, അപ്പൊ സൈലത്തിൽ നിന്ന് എന്ത് ചെയ്യും? കുറച്ച് വെള്ളം ഇങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ട് ആവും. ഓക്കെ, സൈലത്തിൽ നിന്ന് കുറച്ച് വെള്ളം അങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ട് ആവും. ദ റിസൾട്ടിങ് ഹൈ ടർഗർ പ്രഷർ. അപ്പം സൂക്രോസില് വെള്ളം കയറിയിട്ട് ടർഗർ പ്രഷർ വിച്ച് എനാബിൾസ് കണ്ടക്ഷൻ ഓഫ് സൂക്രോസ് ത്രൂ ദി സീവ് ട്യൂബ്. അപ്പം ആ ഒരു ടർഗർ പ്രഷർ കാരണമാണ് സീവ് ട്യൂബ് എന്ന് എന്ത് ചെയ്യുന്നത്? സൂക്രോസ് ത്രൂ ഔട്ട് പ്ലാന്റില് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. എൻട്രി ഓഫ് സൂക്രോസ് ഇൻ ടു ദി സെൽ അല്ലെ. എന്നിട്ട് സൂക്രോസ് എന്ത് ചെയ്യും? സെല്ലുകളിലേക്ക്, ഏതൊക്കെ സെല്ലിലേക്കാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ആ സെല്ലിലേക്കൊക്കെ സൂക്രോസ് എൻറ്റർ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. അപ്പൊ ഫ്ലോയമാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഇത് സൈലമാണ് അല്ലെ. അവിടെ ട്രാൻസ്ലൊക്കേഷൻ എന്നാണ് ഇതിനെ പറയാ. ഇതിനെ ട്രാൻസ്പിരേഷൻ ഓഫ് വാട്ടറും ഫുഡ് സർക്കുലേറ്റ് ചെയ്യുന്നതിനെ നമ്മൾ ട്രാൻസ്ലൊക്കേഷൻ ഓഫ് ഫുഡ് എന്നാ പറയാ കേട്ടോ. ട്രാൻസ്ലൊക്കേഷൻ ഓഫ് സൂക്രോസ്. ഇവിടെ നമ്മൾ ഗ്ലൂക്കോസിനെ സൂക്രോസ് ആക്കി മാറ്റിയിട്ട് സൂക്രോസിന്റെ ഒരു ട്രാൻസ്ലൊക്കേഷൻ ആണ് നടക്കുന്നത് അല്ലെ. അപ്പം സൂക്രോസ് എന്ത് ചെയ്യുന്നുണ്ട്? ഫ്ലോയത്തിൽ നിന്നും കമ്പാനിയൻ സെല്ലും ഇതിനെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. കമ്പാനിയൻ സെല്ലിന് സൈഡിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പം ലീഫ് എന്ന് ഫ്ലോയത്തിലേക്ക് കയറിയിട്ട് അപ്പൊ എന്ത് ചെയ്യും? ഇവിടുന്ന് സൈലത്തിന്റെ അടുത്ത് എന്ത് ചെയ്യും? വാട്ടർ ഇങ്ങോട്ടേക്ക് കയറും. തിരിച്ച് നമുക്ക് എവിടെയാണോ എത്തേണ്ടത്, ഫുഡ് എത്തേണ്ട സമയമാകുമ്പോൾ വാട്ടർ തിരിച്ച് സൈലത്തിലേക്ക് പോകും. അപ്പം ഇങ്ങനെയാണ് ട്രാൻസ്ലൊക്കേഷൻ നടക്കുന്നത്. ക്ലിയർ ആണോ? ഫ്ലോയത്തിൽ കൂടെ എങ്ങനെയാ ഫുഡ് പോകുന്നതെന്ന് ക്ലിയർ ആയോ? So the food stored by plants in various forms such as protein, starch and fat is consumed by heterotrophic organism and thus makes possible the existence of the living world അല്ലെ. അപ്പൊ നമ്മൾ ഓട്ടോട്രോപ്സ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫുഡ് അല്ലെ, ആ ഫുഡിന്റെ വേരിയസ് ഫോംസ് ഉണ്ട് അല്ലെ. അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഹെറ്ററോട്രോപിക് ആയിട്ടുള്ള ആനിമൽസ് എന്ത് ചെയ്യുന്നുണ്ട്? കൺസ്യൂം ചെയ്യുന്നുണ്ട്. It's our duty to follow a lifestyle that is conducive to the healthcare of the digestive system and circulatory system which help in this. അപ്പൊ നമ്മള് നന്നായിട്ട് നല്ല ലൈഫ് സ്റ്റൈൽ ഒക്കെ ഫോളോ ചെയ്തിട്ട് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെയും സർക്കുലേറ്ററി സിസ്റ്റത്തിനെയും എന്ത് ചെയ്യണം? പ്രൊട്ടക്ട് ചെയ്യണം അല്ലെ. So life processes are carried out as a result of constant chemical reactions of various components produced in the cell and the components that reach the cell from the external environment. Energy production is a such process. As a result of these life processes, many excretory products are also formed. അപ്പം നമുക്ക് ഇങ്ങനത്തെ ലൈഫ് പ്രോസസ്സ് കാരണം എന്തുണ്ട്? കുറെ എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഫോം ചെയ്യുന്നുണ്ട് അല്ലെ. കുറെ എക്സ്ക്രീഷന് വേണ്ടിയിട്ട് അല്ലെ, വേസ്റ്റ് പ്രോഡക്ട്സ് ഒക്കെ ഫോം ചെയ്യുന്നുണ്ട്. ആ വേസ്റ്റ് പ്രോഡക്ട്സിന് എന്ത് ചെയ്യണം? ടൈംലി റിമൂവൽ ഓഫ് വേസ്റ്റ് പ്രോഡക്ട്സ് അല്ലെ. അതും എന്താണ്? എസെൻഷ്യൽ ഫോർ ദി ബാലൻസ് ഓഫ് ലൈഫ് പ്രോസസ്സസ്. അപ്പൊ നമ്മൾ വേസ്റ്റ് പ്രോഡക്ട്സിനെ കാര്യമായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ കുറെ റിയാക്ഷൻസ് ഒക്കെ ബോഡിയിൽ നടക്കുന്നുണ്ട്. ആ റിയാക്ഷൻസ് ഒക്കെ നടന്നു കഴിഞ്ഞാൽ കുറെ വേസ്റ്റ് പ്രോഡക്ട്സും ഫോം ചെയ്യുന്നുണ്ട്. ആ വേസ്റ്റ് പ്രോഡക്ട്സിനെ എന്ത് ചെയ്യണം? ടൈംലി റിമൂവ് ചെയ്യണം. ആ വേസ്റ്റ് പ്രോഡക്ട്സിന്റെ റിമൂവൽ എങ്ങനെയാണെന്ന് നമുക്ക് നെക്സ്റ്റ് വേറൊരു ചാപ്റ്ററിൽ പഠിക്കാൻ തന്നെ ഉണ്ട് ഡീറ്റെയിൽ ആയിട്ട്. അത് നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ പഠിക്കാം. അപ്പം ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ, ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഇതിനകത്ത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ച സാധനങ്ങളാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം പഠിച്ചു, 2 സിസ്റ്റങ്ങൾ പഠിച്ചു അല്ലെ. ഡൈജസ്റ്റീവ് സിസ്റ്റവും പഠിച്ചു, പിന്നെ എന്താ പഠിച്ചത്? സർക്കുലേറ്ററി സിസ്റ്റം അല്ലെ. ഇത് രണ്ടും നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ആൻഡ് ഓൾസോ കണ്ടക്ഷൻ ഇൻ കേസ് ഓഫ് പ്ലാന്റ്സ് അല്ലെ. പ്ലാന്റ്സിന്റെ കേസിൽ നമ്മൾ സർക്കുലേഷൻ അല്ല പറയുക, ന്യൂട്രിയൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് അവര് പ്ലാന്റ്സിന്റെ കേസിൽ പറയുന്ന പേരെന്താ? കണ്ടക്ഷൻ ഇൻ കേസ് ഓഫ് പ്ലാന്റ്സ് അല്ലെ. കണ്ടക്ഷൻ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാ ആൾക്കാർക്കും ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നന്നായിട്ട് നിങ്ങൾ ആ സർക്കുലേഷന്റെ പോർഷൻ അല്ലെങ്കിൽ ഡയറ്റേഷന്റെ പോർഷൻ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? റിപ്പീറ്റ് ആയിട്ട് കണ്ടിട്ട് കണ്ടന്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.